ഒരു കാലത്ത് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായ ഒരു ബംഗാളി ഡിഷാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം നമ്മുടെ കത്തിരിക്ക അഥവാ വഴുതനങ്ങ. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. നമ്മുടെ ഈ നാട്ടിൽ പറയുന്നത് കത്തിരിക്ക എന്നാണ്. അപ്പോൾ കത്തിരിക്ക എടുത്ത് നന്നായിട്ട് കഴുകി റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം ഒരു പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കത്തിരിക്ക ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക, തിളച്ച എണ്ണയിലോട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റ് ഇല്ലായ്മ വരും. അതായത് നമ്മുടെ 2 ഭാഗവും ഒന്ന് വേവണം, അത്രയും മാത്രം മതി. അപ്പോൾ എല്ലാം കൂടി കോരി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. അടുത്തതായിട്ട് ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ തൈരുണ്ടല്ലോ, തൈരെടുത്ത് ആ തൈരിനെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട്, ഈ കട്ടയായിട്ടിരിക്കുന്ന തൈരാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല ലൂസാക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഈ പരുവാക്കി എടുക്കുക. ഉപ്പും കൂടി ചേർക്കണം, ഉപ്പ് ചേർക്കാൻ മറന്നു പോവരുത്. അതിലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ ആ കത്തിരിക്ക ഫ്രൈ, ആ ഫ്രൈയും കൂടി ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോന്നായിട്ട് അതിലിട്ടതിന് ശേഷം കുറച്ച് തൈര് അതിൻ്റെ മുകളിലോട്ടൊന്ന് എടുത്ത് സെറ്റാക്കി കൊടുക്കുക. ഇത് കാണുന്നത് പോലെ ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് താളിക്കാനായിട്ട് നമ്മൾ ആവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അടുത്ത് ചേർക്കുന്നത് ഈ ഉലുവയും ചേർക്കാം, പൊടിച്ച ഉലുവയും ചേർക്കാം. ഞാൻ മുഴുവനോടെ ഇരിക്കുന്ന ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇടാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിലോട്ട് ഈ കടുക് വറുത്തതും കൂടി ഒന്നിട്ട് കൊടുക്കുക. സംഭവം കാണാനും നല്ല ഭംഗിയാണ്. ചോറിനൊപ്പം ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ. നമുക്ക് വേറെ ഡിഷുകളൊന്നും വേണ്ട, ഇത് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വഴുതനങ്ങ മോര് കറി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.